അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലാച്ച സെമിയയുടെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാറുണ്ടാവും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിക്കുകയാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് സ്വീറ്റ് റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് സേമിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മൈദ അളക്കുന്നതിൻ്റെ കാരണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന് അളവൊക്കെ പാകമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിനാക്കിയിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒന്നിച്ചൊഴിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ മാവ് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം. ആ ഒരു സമയം മാത്രമേ ഇതിനെ നമുക്ക് എക്സ്ട്രാ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകണ്ട. ഇനി കുറച്ച് ഞാൻ ഓയിലൊന്ന് കയ്യിലാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് മാവിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 3 ഉരുളകളാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്കിതൊരു 3-4 ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. ഒരുപാട് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉരുളകളാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഒരു ട്രേയോ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഡാൽഡ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് റെസിപ്പിയിൽ ഡാൽഡയാണ് ചേർക്കുന്നത്. അപ്പോൾ ഡാൽഡ അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒന്നല്ല. അപ്പോൾ വീട്ടിൽ ഡാൽഡ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബട്ടറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ നിർബന്ധമായിട്ടും വേണം, എന്നാലേ നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ. കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഡാൽഡ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ബട്ടർ എടുത്താൽ മതി. ഓയിൽ മാത്രമാകുമ്പോൾ നമുക്കിത് കറക്റ്റായി കിട്ടൂല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ഉരുളകളെടുത്തിട്ട് ഇതുപോലെ ഒരു വടയുടെ ഷേപ്പിലാക്കിയിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നടുവിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ ഒരു മിക്സിലേക്ക് 3 ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഓയിലിൻ്റെ ഒരു മിക്സ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. ഇനി ഒരു ഓയിലിൽ ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തുറന്ന് വെച്ചാൽ തന്നെ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ടൈമൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ധൃതി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പായി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് 2 ആക്കിയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ആ ഓയിലിൻ്റെ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാതും 3 അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഈ ഓയിലിൻ്റെ മിക്സ് ഇതിൽ വരണം കേട്ടോ, അല്ലെങ്കിൽ മാവ് പൊട്ടിപ്പോവും. നമ്മൾ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൂസായി വരണം എന്നുണ്ടെങ്കിൽ ഈ ഓയിലിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് പൊട്ടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല പോലെ തന്നെ ഓയിലിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരുപാട് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഓരോന്നായിട്ട് ആദ്യം ചെയ്ത് വെച്ചത് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ഒന്നുകൂടെ വലിച്ചിട്ട് വീണ്ടും അതുപോലെ ഒന്ന് ചുറ്റി വെക്കുക. അതൊരു കുറേ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. എന്തായാലും ഒരു 15 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴേക്കേ നമുക്ക് കറക്റ്റ് ചെറിയ നൂലുകളായിട്ട് വരുള്ളൂ. ഒരു 15-16 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുത്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം മാത്രമേ നമുക്കിതിനെ കൂടുതലായിട്ട് വേണ്ടി വരുന്നുള്ളൂ. ഇതുപോലെ ചുറ്റിയെടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ചെയ്യുന്ന സമയത്തൊന്ന് എണ്ണി നോക്കുക കേട്ടോ. അപ്പോൾ ഏത് സമയത്താണ് നമുക്ക് ആ ഒരു നൂലുകളായിട്ട് സെപ്പറേറ്റ് ആയി വരുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു
14 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കുറച്ചും കൂടെ തിന്നായിട്ടുള്ള നൂലുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 16-17 പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ള നൂലുകളായിട്ട് വരും. അപ്പോൾ നല്ല പോലെ തന്നെ ഓയിലിൻ്റെ മിക്സ് നിങ്ങൾ പുരട്ടി കൊടുക്കാൻ മറക്കരുത്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒഴിച്ച് വെക്കുക. ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്കായിട്ട് ആ ഒരു ഓയിലിൻ്റെ കൂട്ട് ഒഴിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ മിക്സ് കുറച്ച് ലാസ്റ്റ് ഒന്ന് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1/2 കപ്പ് ഇത്രയും എടുക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലും കുറച്ചിട്ട് എടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ആ ഒരു 1/2 കപ്പ് കറക്റ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നൂലുകളൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ നൂലുകളൊക്കെ. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ഓയിലിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് നന്നായിട്ട് ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സ്ക്യൂറോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുക്കുക. ഒന്ന് ആ നൂലുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചട്ടകൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പോവുകയുള്ളൂ. അപ്പോൾ ചെറിയൊരു ഫോർക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ ഒരുപോലെ പെട്ടെന്നൊന്നും നമുക്ക് തിരിച്ചിടാൻ കഴിയില്ല, അത് നൂലുകൾ പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. ഓയിലിന് കോരി മാറ്റിയതിന് ശേഷം നമ്മളൊരു സ്ട്രൈനറിൽ എന്തിലേലും ഇട്ട് വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഓയിൽ നന്നായിട്ടുണ്ടാവും. ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ അബ്സോർബ് ആയിക്കോളും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഒരു സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ആവും. നിങ്ങൾക്ക് ഇത്രയും ഒരിച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇത്രയും ബ്രൗൺ ആവുന്നതിന് മുമ്പ് കോരി മാറ്റിയാലും മതി. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഒരുപാട് ലൈറ്റ് ബ്രൗൺ ആണെങ്കിൽ ആ ഒരു ടൈമിന് എടുക്കുക. നല്ല ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതും അതുപോലെ തന്നെ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രൈനറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ ടൈം ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ നന്നായിട്ട് വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സേമിയാണ്. അപ്പോൾ നമ്മളൊരു കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരുമ്മിയാൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വരുത്. ഇത് വെച്ചിട്ട് നമുക്ക് കുനാഫ റെഡിയാക്കാം, അതുപോലെ പല സ്വീറ്റുകളും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റ് ഞാൻ ഇപ്പോൾ കാണിക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ചത്, കുറച്ച് പഞ്ചസാരയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കോരി കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ചായക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. കുറച്ച് നട്ട്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.